അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു ഫലഖതഹമൽ ലഖമാ വമാ അദ്റാക വൽ ലഖമാ ഫഖു റഖബാ ഔ ഇതാമു ഫീ യൗമിൻ ദി മസ്ലബാ യതീമൻ ലാ മഖറബാ ഔ മിസ്കീനൻ ലാ മഖറബാ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ് ഒരു അഖബ എന്ന് പറയുന്ന ഒരു സംഭവം മുഫസ്സിരീങ്ങൾ പറയുന്നു അതൊരു വല്ലാത്ത കടമ്പയാണ്. അതങ്ങ് കഴിഞ്ഞു പോയാൽ അവർക്ക് കിട്ടുന്നത് വളരെ പരിശുദ്ധമായ പുണ്യങ്ങളാണ്. അതെന്തെന്ന് നിങ്ങൾക്കറിയോ? അത് സാധാരണ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതല്ല. അടിമകളെ മോചിപ്പിക്കലാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ് പട്ടിണി കിടക്കുന്ന പാവങ്ങള് കണ്ണീരെടുക്കുന്ന അനാഥ മക്കളെ സഹായിക്കലാണ്. അടിമകളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കലാണ്. ആ പ്രത്യേകമായ അഖബ എന്ന് പറയുന്ന കാര്യമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പടച്ചവർക്ക് പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ മനോഹരമായ കടമ്പ കടക്കാം എനിക്കും നിങ്ങൾക്കും സാധിക്കണം കേട്ടോ. അല്ലാഹുവിന്റെ ദീനിനെ കരിവാരിത്തേച്ചവരാരാന്ന് നിങ്ങൾക്കറിയോ? അല്ലാഹുവിന്റെ ദീനിനെ കളവാക്കിയവരാരാന്ന് നിങ്ങൾക്കറിയോ? പടച്ചവട്ടിന്റെ ദീനിനെ വ്യാജമാക്കിയവരാരാന്ന് നിങ്ങൾക്കറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു നബിയേ അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. ദീനിനെ കളവാക്കിയവരാരാന്ന് നബിയേ നിങ്ങൾക്കറിയോ? നിങ്ങൾ വിചാരിക്കും എന്റെ പ്രിയപ്പെട്ടവര് പരിശുദ്ധ ദീനിനെ കളവാക്കിയവരാരാന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ലോകത്തിന്റെ നാനാഭാഗത്ത് ക്രൂരമായ ക്രൂരതകൾ അഴിച്ചുവിട്ടുകൊണ്ടോ ഇസ്ലാമിനെ വേരോടുകൂടി പിഴുതെറിയാൻ ശ്രമം നടത്തുന്നവരാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ലോകത്ത് ഇസ്ലാമിന്റെ വദ്ധവേദികളായി ചമഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ്. ഇസ്ലാമിനെ കളവാക്കിയവരെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ല. അമാവി ദ്വീപിലെ പേഹാർബർ ആക്രമിച്ചോ എന്ന പേര് പറഞ്ഞുകൊണ്ട് ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വർഷിപ്പിച്ചുകൊണ്ട് ഈ സമുദായത്തിന്റെ ലക്ഷക്കണക്കാരെ തൊട്ടിയിട്ട നാടിയിട്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബോംബിട്ടുകൊണ്ട് നശിപ്പിച്ചുകൊണ്ട് അമേരിക്കയുടെ അന്നത്തെ പ്രസിഡന്റായിരുന്ന ഹാരി ശ്രീമ ഇസ്ലാമിന്റെ കരിവാരിത്തേച്ചവരാണെന്ന് കരുതുന്നവരെ എല്ലാവരെന്ന് പറയുന്ന മനുഷ്യർ അഫ്ഗാനിസ്ഥാന്റെ മലമടക്കുകളിൽ ഒളിച്ചിരിക്കുന്നു എന്ന പേര് പറഞ്ഞുകൊണ്ട് താലിബാൻ എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യത്തെ തച്ചുതകർത്ത് ധനിപ്പണമാക്കുന്നതിന് വേണ്ടിയിട്ട് സമുദായത്തിന്റെ നിസ്കാരപ്പുറമുള്ള ആയിരക്കണക്കാണ് പതിനായിരക്കണക്കാണ് മുസ്ലിം സഹോദരങ്ങൾ ചുട്ടുകരിച്ചതോടെ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. ഇസ്ലാമിന്റെ എതിരെ ഇസ്ലാമിനെ കളവാക്കിയവരെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? 2003 മുതൽ 2006 വരെ ഇറാഖ് എന്ന രാജ്യത്ത് മാത്രം ഈ സമുദായത്തിന്റെ പ്രിയപ്പെട്ട ചുണക്കുട്ടന്മാർ കൊന്നൊടുക്കിയത് എത്രയെന്നറിയോ? 6,55,000 മുസ്ലിങ്ങളെ പൊറുക്കുമോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയുന്നുണ്ടോ? മനോരമ ആഴ്ചപ്പതിപ്പ് വായിച്ചിട്ട് നിർവൃതിയടയുന്നോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ? ലോക വിവരം വേണമെന്നോടെ എത്ര സമാധാനത്തോടെയാണ് കേരളത്തിന്റെ പരിശുദ്ധ മണ്ണിൽ ഈ മുസ്ലിം സഹോദരിമാര് ജീവിക്കുന്നത് എന്ന പോലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് 1947 കാലഘട്ടത്തിൽ നടന്ന അമേരിക്കക്ക് ഏറ്റവും വലിയ തിരിച്ചറിവേറ്റ് പോലെ വിയറ്റ്നാം യുദ്ധത്തിൽ 23 ലക്ഷത്തോളം മനുഷ്യമക്കളെ ചുട്ടുകരിച്ചത്. 1950 നടന്ന ഹംഗറി യുദ്ധത്തിൽ 50,000 പേരെ വലിയ പടുകൂട്ടം കുടിയെടുത്തിട്ട് ആ കുഴിക്കകത്ത് ഇറക്കിയിട്ടിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചപ്പോ എന്ന തൗഹീദിന്റെ മന്ത്രമാ കുഴിക്കകത്ത് നിന്ന് റൂഹ് വിരിയുമ്പോ ആൽപ്പടരുന്ന തീക്കൊണ്ടാരത്തിനകത്ത് കിടന്ന് പൊട്ടിക്കിടന്നുകൊണ്ട് പറഞ്ഞു പോയെങ്കിലോ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിനെ വ്യാജമാക്കിയവരാരാണെന്ന് അല്ലാഹു പറയുമ്പോ അവരാരെയും അല്ലാഹു പറയുന്നില്ല, അവരാരെയും അല്ലാഹു പരിചയപ്പെടുത്തുന്നില്ല. സിന്ധു നദീതട സംസ്കാരത്തിന്റെ രാജ്യമായിരുന്ന അഫ്ഗാനിസ്ഥാനിൽ ചോരപ്പുരവരെ കുറിച്ച് പറയുന്നില്ല. 2.5 പതിറ്റാണ്ടുകാലം ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്ന സദ്ദാം ഹുസൈൻ ഇന്ത്യനും ഭീഷണിമായ
പറയുന്നില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു ദീനിനെ വ്യാജമാക്കിയവരാരാ? 92 ഡിസംബറിൽ പാവപ്പെട്ട ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ നിലത്തേക്ക് വലിച്ചെറിയുമ്പോ ആ താഴികക്കുടത്തിന്റെ മണ്ണുവാറ് നെഞ്ചിൽ വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞോട് ശ്രീഭാഷയിട്ട് പോലും വിചാരിച്ചത് ഇവരൊക്കെ ഇസ്ലാമിനെ വ്യാജമാക്കിയവരെന്നാണ്. അല്ല അല്ല, അതാണ് ഇസ്ലാമിനെ വ്യാജമാക്കിയവരെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു അവരനാഥ മക്കളെ ആട്ടിയോടിക്കുന്നവരോ, അവരെ യതീമിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാത്തവരോ, അവരനാഥ മക്കളുടെ കാര്യങ്ങളിൽ ഇടപെടാത്തവരോ, അവരനാഥ മക്കളെ സഹായിക്കാത്തവരോ, അവരാണ് ദീനിനെ വ്യാജമാക്കിയവരെന്ന് സൂറത്തുൽ മാഊൻ. അനാഥ മക്കളെ ആട്ടിയോടിക്കുന്നവരാണ്. നവംബർ ഡിസംബർ മാസമാകുമ്പോ കലണ്ടറുമായിട്ട് എത്തിങ്ങാനുള്ള മക്കളും നമ്മൾ വലിയ ഹോജയായിട്ട് വാരക്കത്തടയിൽ കസേരയിരുന്നു. എവിടുന്നോ പറഞ്ഞേ, ഏത് കോളേജിന്നോ, എത്ര രൂപയാണ് 100 കലണ്ടർ വിട്ടാ കമ്മീഷൻ? എത്തിയും കുഞ്ഞാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ അള്ളാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അങ്ങനെ ചോദിക്കുക. നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ മോനെ ഇഷ്ടംപോലെ കലണ്ടർ ഇവിടെ, അതുകൊണ്ട് ഇത് തൽക്കാലം വേണ്ട, സന്തോഷമായിട്ട് അടുത്ത വീട്ടിൽ വെക്കൂ എന്ന് പറഞ്ഞങ്ങോട്ട് പറഞ്ഞു വിടണം. അല്ലാതെ നമ്മളിങ്ങനെ കയറി നിന്ന് ന്യായം ചോദിക്കും. അടുത്ത ഉസ്താദാരാ, പ്രിൻസിപ്പാൾ ആരാ, എത്ര രൂപ മുക്കി, ഞാൻ കുറെ വിവരങ്ങളൊക്കെ അറിഞ്ഞല്ലോ എന്നൊക്കെ ചോദിച്ച് ആട്ടി ഓടിച്ച് കളിയാക്കി പരിഹരിച്ച് പറഞ്ഞു വിട്ടാൽ അവര് മനസ്സും നൊന്തിട്ട് പോയാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അല്ലാഹുവിന്റെ റസൂൽ പെരുന്നാൾ സുദിനത്തിൽ പള്ളിയിലേക്ക് പോയപ്പോൾ വഴിയിൽ കണ്ട അനാഥ കുഞ്ഞിനെ അകതാരിൽ സ്വപ്നം വിടരും റൗള തന്നീലൂറങ്ങും പ്രവാചകരെ മദീനത്തെ മാട് പീറാവുകളെ പാറിപ്പറക്കും മീനാറുമീലേ. ഇന്ന് എത്രയോ പേര് മദീനത്ത് പോയി പൊട്ടിക്കരയുന്നുണ്ട്. ആ കണ്ണുനീര് പുഞ്ചിരിയാക്കാൻ അല്ലാഹുവിന്റെ റസൂൽ വിചാരിക്കുമ്പോ നടക്കുന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ തോളത്തേക്ക് കൈയിട്ടുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഇത് നമ്മുടെ മോനാ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുപ്പിക്കാനും ഒരുക്കാനും പള്ളിയിലേക്ക് കൊണ്ടുപോകാനും പറഞ്ഞു പോരെങ്കിൽ നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലുമുള്ള അനാഥ മക്കളെ നമ്മൾ കളിയാക്കല്ലേ, നമ്മൾ കുറ്റപ്പെടുത്തല്ലേ, നമ്മൾ പരിഹസിക്കല്ലേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ അനാഥരാകുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് വൈകുന്നേരം പ്രവാസനത്തിന് വേണ്ടി വരുമ്പോ എന്റെ കൂട്ടുകാരന് പഴയകാലത്ത് എന്റെ വാഹനം ഓടിച്ചുകൊണ്ടിരുന്ന അനസ് എന്ന് പറയുന്ന സഹോദരനും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും എന്റെ ഒരു വാഹനത്തിൽ വന്ന് വീട്ടിലേക്ക് വന്നു. അടുത്ത ആഴ്ച വീട്ടിലേക്ക് പോവാൻ ദുആ ചെയ്യണമെന്ന് പറയാൻ വേണ്ടി വന്നപ്പോ കൂടെ ഒരു പൊന്നുമോനും കൂടി വന്നു. അതാരാന്റെ പ്രിയപ്പെട്ടവര്, ഒരു മാസത്തിന് മുമ്പ് മിണ്ടാപ്രാണിയായ ആടിന് വേണ്ടി ഇലയെടുക്കാൻ പോയ പ്രിയപ്പെട്ട സഹോദരന്റെ മണ്ടയിലേക്ക് ശരീരത്തിലേക്ക് ജെസിബി പുഴുതിട്ട് പോയ വലിയ ഒരു തെങ്ങ് വന്നടിച്ചപ്പോ മരണപ്പെട്ടു പോയ ആ അനസ് എന്ന് പറയുന്ന കൂട്ടുകാരന്റെ ഇക്കാല മകനാ കൂടെ വന്നത്. സുബ്ഹാനല്ലാഹ്, ചക്കപ്പഴം പോലെ മനോഹരമായിരിക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമോന്റെ മുഖം കണ്ടപ്പോ വല്ലാതെ മനസ്സ് നിറഞ്ഞുപോയി. പിറന്നു വീണ് 2 വർഷം കഴിയുമ്പോ തന്നെ യതീമായി പോകുന്നതിന്റെ സങ്കടം എത്ര വലുതാണ്. എല്ലാവരും യതീമെന്ന് നമ്മുടെ മക്കളെ വിളിക്കുന്ന രംഗത്തെ കുറിച്ച് ഈ സദസ്സിൽ വന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ മക്കളെ യതീമെന്ന് വിളിച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? പെരുന്നാളിന് പള്ളി കൊണ്ടുപോകാൻ എന്റെ വാപ്പയില്ലല്ലോ, പെരുന്നാളിന് ബിരിയാണി തരാൻ എന്റെ വാപ്പയില്ലല്ലോ, പെരുന്നാളിന് വിരത്തുണ്ട് പിടിച്ച് നടന്നു പോകാൻ എന്റെ വാപ്പയില്ലല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന നമ്മുടെ വീടിന്റെ മുറ്റത്തിരുന്ന് വാപ്പാടുന്നുണ്ടോ എന്ന് നോക്കി മരിച്ചുപോലെ വാപ്പാടെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കരയുമ്പോ അനാഥ മക്കളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അല്ലാഹുവിന്റെ റസൂൽ യതീമായി വളർന്നത് കൊണ്ടല്ലേ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഏറ്റവും അധികം എന്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ സങ്കടങ്ങള് അനാഥ മക്കളെ കുറിച്ച് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് എന്താ പറഞ്ഞത്? അനവക്കാഫിൽ യതീം രണ്ടുപേരും
നെഞ്ചിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഇതുപോലെയാണ് അനാഥ മക്കളെ സഹായിച്ചവരെല്ലാവരും സ്വർഗത്തിൽ നിന്ന് പറഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ സഹായിക്കാൻ മനസ്സുള്ളവരാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ മൊബൈലുകളിലും വീടുകളിലുമുള്ള എല്ലാ പ്രഭാഷണത്തിലും പാങ്ങോട് പരതന്നോടുള്ള ശരീർ എന്ന് പറയുന്ന ഗുജറാത്തിന്റെ ടയറുകടയത്തിട്ട് ചാരമായി പോയ ഒരു പാവപ്പെട്ട യത്തീ കൊച്ചിനെ കുറിച്ച് ഞാൻ പ്രസംഗിച്ചല്ലോ. ഇന്നവരുടെ വീട് നിങ്ങൾ കൊണ്ടുപോയി കാരണം എന്റെ പ്രിയപ്പെട്ടവരെ അംശാദ് വാക്കുകളുടെ പ്രഭാഷണമുണ്ട്. തൊണ്ടയടഞ്ഞു പോകുന്നതിന് മുമ്പ് ചെയ്യാൻ പറ്റുന്ന സഹായമാ കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ലെങ്കിലും എന്റെ പ്രിയപ്പെട്ടവര് ഇന്ന് ലക്ഷക്കണക്കിന് രൂപ കേരളത്തിന്റെ എത്രയോ പ്രിയപ്പെട്ട കൂലിവേലക്കാരാണ് ചെറുപ്പക്കാര് ആ പ്രിയപ്പെട്ട സഹോദരന്റെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്തെന്നറിയോ. നിത്യവൃത്തിക്ക് വകയില്ലാതെ പൊട്ടിക്കറിയുന്ന ഉമ്മയുടെയും മോളെയോ കാറ്റടിച്ചാ പാറിപ്പോകുന്ന ചെറ്റക്കുടിൽ നിന്ന് മാറിയിരിക്കുകയാ. തറസിട്ട വീട് വെച്ചിരിക്കുകയാ. മനോഹരമായ അവസ്ഥ വന്നിരിക്കുകയാ. അതിന്റെ പ്രഭാഷണം കേട്ടിട്ട് എത്രയോ സ്ഥലത്ത് 50,000 1 ലക്ഷം രൂപ വീട് എത്രയോ പാവപ്പെട്ടവർ കൊണ്ടുപോയി കൊടുക്കുന്നറിയോ. അതുകൊണ്ട് നിങ്ങളൊക്കെ നല്ല മനസ്സുള്ളവരാ, നല്ല മനസ്സുള്ളവരാ. അല്ലാതെ നമ്മുടെ മനസ്സിന് നമ്മൾ കഴിക്കുമ്പോ മറ്റുള്ളവരുടെ ഭക്ഷണത്തെ കുറിച്ച് ചിന്തിക്കാനുള്ള മനസ്സ് അല്ലാഹു നമുക്ക് തരട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ യതീമിന്റെ നമ്പരം നമ്മൾ മറക്കല്ലേ, അവരെ വേദനിപ്പിക്കല്ലേ. ആരാണ് ദീനിനെ രാജമാക്കിയത്? അനാഥ മക്കളെ ആട്ടി ഓടിക്കുന്നത്, അവരെ കളിയാക്കാൻ പാടില്ല. അനാഥ മക്കളുടെ തലയിൽ ഇങ്ങനെ ഒന്ന് തടവിയാൽ ഓരോ രോമവും അനുസരിച്ച് നിനക്ക് നന്മകളെ അള്ളാഹു അധികരിപ്പിക്കും. അതുകൊണ്ടാണ് യതീംഖാനയിലുള്ള എല്ലാ മക്കളെയും ഉസ്താദുമാരും മൊട്ടയടിച്ച് നിർത്തുന്നത്. അങ്ങനെ തടവി പ്രതിഫലം കൊണ്ട് വേണ്ട, അരിയും സാധനങ്ങളൊക്കെ കൊണ്ട് തന്നിട്ട് പ്രതിഫലം കൊണ്ടുപോയാൽ മതി. അതുകൊണ്ട് നിർത്തുന്നതല്ല. ഇപ്പോഴ് നമ്മൾ ആലോചിച്ച് നോക്കി, ഞാൻ ഈ അടുത്ത സാധനം ഞാൻ വിയർക്കുന്നത് കൊണ്ട് മുടി ഒരുപാട് വെട്ടിക്കളയുന്ന കൂട്ടത്തിൽ മുടി തീർത്ത് ഞാൻ ഒരു പ്രാവശ്യം ക്ലീൻ ആക്കിക്കൊണ്ട് പ്രസംഗിക്കാൻ വന്നപ്പോൾ ഒരു കൂട്ടുകാരൻ ഉസ്താദേ നമുക്കൊക്കെ വലിയ സങ്കടമുണ്ട് കേട്ടോ, നിങ്ങൾ ഇങ്ങനെ മുടിവിട്ട് ഇത്രയും വേണ്ടായിരുന്നു. ഞാൻ മുടിവിട്ടതിനെ കുറിച്ചാണ് പറയാം. മുടി എന്ന് പറയുന്നത് ചെറുപ്പക്കാർക്കൊരു രസമാണ്. അതുകൊണ്ട് തന്നെ ദർസിൽ പഠിക്കുമ്പോൾ ഉസ്താദുമാര് എത്തിയ മക്കളാണെങ്കിലും അല്ലാത്ത മക്കളാണെങ്കിലും മുടി നല്ലതുപോലെ വെട്ടാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഈ കിതാബിനകത്ത് കണ്ണട വെച്ചിട്ട് അതിലൂടെ നോക്കിക്കൊണ്ടിരിക്കും. അത് സ്വഭാവം ഉണ്ടാവും. അതുകൊണ്ടാണ് ഉസ്താദുമാർ ആ രീതിയിൽ മുടി നല്ലതുപോലെ വെട്ടിയിട്ട് ഇൽമ പഠിക്കാൻ മുത്തലിമാകാൻ പറയുന്നത്. അതുകൊണ്ടാണ്. ഇന്ന് പിന്നെ അതൊന്നും നടക്കൂല. ഇന്ന് ദർസിൽ ആ പരിപാടിയൊന്നും നടക്കത്തില്ല. ദർസ് നടത്തുന്നവരോട് ചോദിച്ചാൽ അറിയാം. ചാത്തന്നൂര് ഭാഗത്ത് ഒരു ദർസിലേക്ക് വന്ന പ്രിയപ്പെട്ട കൊച്ച് തന്റെ ഉസ്താദിനോട് നിബന്ധന വെച്ചത് എന്താണെന്നറിയോ? മോൻ പുറത്ത് നിൽക്കാൻ വാപ്പ അകത്ത് പോയിട്ട് മനോരമ ആഴ്ചപ്പതിപ്പ് വായിക്കാനുള്ള സൗകര്യം സജ്ജീവ് കൊടുക്കണം. എങ്ങനെ ഇവിടെ നിർത്താൻ പറ്റും? അത് പറഞ്ഞു നമുക്ക് ആലോചിക്കാം. കാരണം എന്താ, കുട്ടികളില്ലെങ്കിൽ കമ്മിറ്റിക്കാരെ അടുത്ത ആഴ്ച പിരിച്ചുകൊണ്ടെന്ന് പറഞ്ഞിരിക്കാം. മനോരമയോ മംഗളോ വെള്ളിയാഴ്ചത്രോ ജൂണായിക്കോട്ടെ, നമ്മുടെ കാര്യം നടക്കണ്ടേ? ആ രീതിയിൽ നിയമം വെച്ചുകൊണ്ട് കുട്ടികൾ അറിയിക്കാൻ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നല്ല മുതലിസ്യങ്ങൾ എടുത്ത് അൽഹംദുലില്ലാഹ്